നമസ്കാരം, ഡ്രൈവ് മോഡ്സിലേക്ക് സ്വാഗതം. 2021 എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. 2021 എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു വർഷം തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2021 നമ്മുടെ ആദ്യത്തെ എപ്പിസോഡാണ്. കൊറോണയുടെ സിറ്റുവേഷനൊക്കെ കുറേശ്ശൊക്കെ മാറി എല്ലാവരും പുറത്തോട്ടൊക്കെ ഇറങ്ങി വലിയ വലിയ ട്രിപ്പുകളൊക്കെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു വിഷയം തന്നെ അതാണ്. വലിയ വലിയ ട്രിപ്പുകളൊക്കെ പോകുന്ന സമയത്ത്, അതായത് ലോങ് ട്രിപ്പുകൾ, കേരളത്തിനൊക്കെ വെളിയിൽ ഒരു കർണാടക, പിന്നെ ഗോവ, അല്ലെങ്കിൽ ബാംഗ്ലൂർ ഇതുപോലുള്ള, മൈസൂർ ഇതുപോലുള്ള ലോങ് ട്രിപ്പുകൾ നമ്മൾ സ്വന്തം കാറിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് വലിയ വലിയ അപകടങ്ങൾ വരെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മറന്നുപോയെന്ന് വരാം. അപ്പോൾ അതിനെല്ലാം പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ വാക്കിൽ നമുക്ക് പവർ എന്നൊരൊറ്റ വാക്ക് നമ്മൾ പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന, വളരെ ഈസിയായിട്ട് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും മറക്കാതെ എനേബിൾ ചെയ്യുക. പവറിലെ ആദ്യത്തെ ലെറ്റർ പി. പിയിൽ ഉദ്ദേശിക്കുന്നത് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പെട്രോൾ നേരത്തെ കൂട്ടി അടിച്ച് വെക്കുക, അല്ലെങ്കിൽ ലോങ് ട്രിപ്പ് പോകുന്ന സമയത്ത് പെട്രോൾ നേരത്തെ കൂട്ടി അടിച്ച് വെക്കുക, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് അടിക്കുക, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പലരുടെ സിറ്റുവേഷനും പലതായിരിക്കും. പക്ഷേ അതിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓടിക്കുന്ന വണ്ടി ഏതാണ്, വണ്ടിയുടെ എൻജിൻ ഏതാണ്, എൻജിൻ ഉപയോഗിക്കുന്ന പെട്രോൾ ഏതാണ്, അതായത് ഡീസലാണോ പെട്രോളാണോ എന്നുള്ളത് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് പ്രോപ്പറായിട്ട് നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ കവറിൽ നമ്മൾ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യുക. മെൻഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് നമ്മൾ പെട്രോൾ അടിക്കാൻ നിർത്തുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നിർത്തുന്ന കുറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ ഡീസലിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ പെട്രോളിൻ്റെ ആയിരിക്കാം. നമ്മളെ വണ്ടി ചിലപ്പോൾ ഡീസലോ പെട്രോൾ ഏതോ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഒരു തെറ്റായ സ്ഥലത്തോട് നിർത്തുന്ന സമയത്ത് നമ്മൾ ആളുടെ അടുത്ത് പറയുന്നത് ഇത്ര രൂപയ്ക്ക് എന്ന് മാത്രമേ ചിലപ്പോൾ പറയൂ, അല്ലെങ്കിൽ ഇത്ര ലിറ്റർ എന്ന് മാത്രമേ പറയൂ. ചിലപ്പോൾ നമ്മളൊന്ന് മറന്നു പോകും. കാരണം നമ്മൾ ചിലപ്പോൾ കൂടെ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തയിലോ ആയിരിക്കും ചെന്ന് നമുക്ക് ഇതാണെങ്കിൽ പെട്രോൾ അടിക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പെട്രോൾ ടാങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ അടിച്ചു തരും, നമ്മൾ ക്യാഷ് കൊടുക്കും, നമ്മൾ വണ്ടി അവിടെ നിന്ന് എടുക്കും. വണ്ടി എടുക്കുന്ന സമയത്തൊന്നും ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടാകത്തില്ല. കാരണം പെട്രോൾ ഡീസൽ മിക്സ് ആവുന്നത്, ഇറങ്ങി എഞ്ചിനിലേക്ക് എത്തുന്നത് വരെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് നമ്മൾ വണ്ടി കുറച്ച് മുന്നോട്ട് പോയിട്ട് വണ്ടി സഡനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പ്രോബ്ലംസ് വളരെ വലിയ പ്രോബ്ലംസാണ്. വലിയ മെക്കാനിക്സിനെ കൊണ്ടുവന്ന് എഞ്ചിനും അല്ലെങ്കിൽ പിന്നെ പെട്രോൾ ടാങ്കും ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ പിന്നീട് വണ്ടി യാത്ര മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ അത് ചെക്ക് ചെയ്യേണ്ട കാര്യം. ഒരു ലേബൽ, അതായത് പെട്രോളാണോ ഡീസലാണോ എന്നുള്ള ലേബൽ നമ്മൾ പെട്രോൾ ടാങ്കിൻ്റെ കവറിന് മുകളിലായിട്ട് സ്റ്റിക്കർ ചെയ്തുവന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. രണ്ടാമതായിട്ട് പവറിൽ വരുന്ന ലെറ്റർ എന്ന് പറയുന്നത് O ആണ്. ഓയിൽ വരുന്നത് ഓയിലാണ്. ഓയിൽ എന്ന് പറയുന്നത് എൻജിൻ ഓയിൽ മാത്രമല്ല. എൻജിൻ ഓയിൽ എല്ലാവരും ശ്രദ്ധിക്കും. ചിലപ്പോൾ ഒരു ലോങ് ട്രിപ്പ് പോകുന്നതിന് മുന്നേ എൻജിൻ ഓയിൽ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യും. എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എൻജിൻ ഓയിലിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻജിൻ ഓയിലിൻ്റെ ലെവൽ ശ്രദ്ധിക്കണം. നമ്മളൊരു ട്രിപ്പ് പോകുന്നതിന് മുമ്പ് എൻജിൻ ഓയിലിൻ്റെ ലെവൽ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ചിലപ്പോൾ നമ്മളൊരു 1000 കിലോമീറ്റർ താഴെ ആയിട്ടുള്ളതായിരിക്കും എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളതായിരിക്കും എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ ഈ ലോങ് ട്രിപ്പ് പോകുന്നതിന് മുന്നേ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തില്ല, ലെവൽ കറക്റ്റെല്ലാം ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻജിൻ ഓയിൽ ലീക്ക് ആണെന്നല്ല, അതായത് എൻജിൻ ഓയിൽ ലീക്ക് ആണെന്നുണ്ടെങ്കിൽ എൻജിനിൽ നിന്ന് ഓയിൽ ലീക്ക് ചെയ്ത് പോകുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അറിയത്തില്ല. നമ്മൾ ലോങ് ട്രിപ്പ് ഓടിയതിന് ശേഷം മാത്രമേ അറിയൂ എൻജിൻ ഓയിൽ ലീക്കിംഗ് ആണെന്നുള്ളത്. പക്ഷേ നമ്മൾ എൻജിൻ ഓയിലിൻ്റെ പ്രോപ്പറായിട്ടുള്ള എൻജിൻ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എൻജിൻ ഓയിൽ ലീക്കിംഗ് ഉണ്ടോ ഇല്ലയോ, കറക്റ്റാണ് എന്നുള്ളത് മനസ്സിലാവും. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്റ്റിയറിംഗ് ഓയിലാണ്. സ്റ്റിയറിംഗ് ഫ്ലൂയിഡും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. ഇതാണ് ഓയിൽ വരുന്ന ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ. സ്റ്റിയറിംഗ് ഓയിലും ലീക്കിങ് വരാം, അല്ലെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡും ലീക്കിങ് വരാം. ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഒരു വർക്ക്ഷോപ്പിൽ തന്നെ കൊടുത്ത് ഇത് ചെക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പവറിൽ വരുന്ന ലെറ്റർ എന്ന് പറയുന്നത് W ആണ്. W മീൻസ് വാട്ടറാണ്. വാട്ടറിൽ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് റേഡിയേറ്ററിലെ കൂളൻറ്റും, രണ്ടാമത്തേത് നമ്മുടെ വൈപ്പറിൽ വരുന്ന വാഷ് ലിക്വിഡുമാണ് വരുന്നത്. ഇത് രണ്ടിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വാഷ് ലിക്വിഡ് ഇമ്പോർട്ടൻ്റ് ഇല്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്, ഞാൻ പറയാം. ആദ്യമായിട്ട് വരുന്നത് റേഡിയേറ്റർ എല്ലാവരും ചെക്ക് ചെയ്യും. ഇപ്പോൾ ന്യൂജൻ കാറുകളിൽ അങ്ങനെ റേഡിയേറ്ററിൻ്റെ
ചെക്ക് ചെയ്യേണ്ട പ്രശ്നം തന്നെ വരുന്നില്ല. പക്ഷേ എന്നാലും വലിയ പ്രശ്നമുണ്ട്. ചില സമയത്ത് ന്യൂജൻ കാറുകളിൽ പോലും റേഡിയേറ്റർ കൂളൻ്റ് ലീക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് റണ്ണിങ്ങിൽ അങ്ങനെ ഒരു പ്രശ്നം വരാം. ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം വരാം. ഇൻ കേസ് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ റേഡിയേറ്ററിൽ ഒഴിക്കുന്ന കൂളൻ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. പക്ഷേ എന്നാൽ പോലും നമ്മൾ പ്രോപ്പറായിട്ട് മുന്നേ കൂടി ചെക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലിയായിട്ട് പോകുന്നതായിരിക്കാം, ലേഡീസ് ഉണ്ടാവും, കുട്ടികളുണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഒരു പരിചയമില്ലാത്തൊരു വഴിയിലായിരിക്കാം, ഒരു ലൈറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ആൾതാമസമൊന്നും ഇല്ലാത്തൊരു വഴിയിലായിരിക്കാം നമ്മൾ പോകുന്നത്. ആ സമയത്ത് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ റേഡിയേറ്ററിൽ വെള്ളമില്ല, വണ്ടി എൻജിൻ ഓവർ ഹീറ്റായിട്ട് വണ്ടി നിന്ന് പോകേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാലുള്ള ഒരു സിറ്റുവേഷൻ അത് എത്രത്തോളം പ്രശ്നമാണ് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് റേഡിയേറ്റർ കൂളൻ്റ് പ്രോപ്പറായിട്ടുണ്ട്, ലീക്കിംഗ് ഒന്നും ഇല്ല എന്നുള്ളത് ഒരു ലോങ് ട്രിപ്പിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത് ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. പിന്നീട് വരുന്നത് നമ്മൾ വാഷറിൽ വരുന്ന, അതായത് നമ്മൾ വൈപ്പറിൽ വരുന്ന വാഷർ, നമ്മളെ വിൻസ്ക്രീനിൽ വരുന്ന വാഷർ. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നിൽ പോകുന്ന വണ്ടി എപ്പോഴും ചെളിവെള്ളം അടിച്ച് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ തെറിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിത് വെറും വൈപ്പർ മാത്രം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാൻ കഴിയില്ല. നമ്മൾ വാഷ് ചെയ്യുന്ന ലിക്വിഡ് വെള്ളം നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് അത് ക്ലീൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വാട്ടറിൽ വരുന്ന വളരെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്തതായിട്ട് പവറിൽ വരുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഇ ആണ്. ഇ മീൻസ് ഇലക്ട്രിക്സ് ആണ്. ഇലക്ട്രിക് പരമായിട്ടുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും അറിയാം, ബാറ്ററിയാണ്. ബാറ്ററി എല്ലാവരും ഒക്കെ ശ്രദ്ധിക്കാറുന്ന കാര്യം തന്നെയാണ്. ബാറ്ററി പ്രോപ്പറായിട്ടൊക്കെ മാറുന്നത് എല്ലാവർക്കും ലോങ് ട്രിപ്പ് പോകുന്ന സമയത്തൊക്കെ എല്ലാവരും മാറുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇഗ്നീഷൻ സ്പാർക്ക് പ്ലഗ്. നമ്മൾ ബാറ്ററി എങ്ങനെ ഡൗൺ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ സ്റ്റാർട്ടാക്കാൻ കഴിയാത്തത് എന്നതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷൻ വളരെ നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ലോങ് ട്രിപ്പിന് നമ്മൾ ഇങ്ങനൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ബാറ്ററി പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷൻ വളരെ നല്ലതാണ് എന്നുള്ളത് ഉറപ്പായിട്ട് ഉറപ്പ് വരുത്തേണ്ട കാര്യമാണ്. ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. സ്പാർക്ക് പ്ലഗിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട കാര്യം. പിന്നീട് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത് ഹെഡ്ലൈറ്റും ബ്രേക്ക് ലൈറ്റും പിന്നെ ഇൻഡിക്കേറ്റേഴ്സുമാണ്. ലോങ് ട്രിപ്പ് പോകുന്നതിന് മുമ്പ് ഇതെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ എന്തുമാത്രം റോഡുകൾ സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ലാതെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഹെഡ്ലൈറ്റും ടൈൽ ലാമ്പും, അതായത് നമ്മളെ ബ്രേക്ക് ലൈറ്റും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെയും ബ്രേക്ക് ലൈറ്റിൻ്റെയൊക്കെ ഒരു നമ്മൾ കുറച്ച് സ്പേഡ്സ് മേടിച്ച് കാറിൽ സൂക്ഷിക്കുന്നത് വളരെ നന്നാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഹെഡ്ലൈറ്റും ബ്രേക്ക് ലൈറ്റും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. അറിയാത്തവർ ജസ്റ്റ് ഒന്ന് ഒരു യൂട്യൂബിൽ എങ്ങനെയാണ് ഇതൊന്നും ചേഞ്ച് ചെയ്യേണ്ടത്, ഇന്ന മോഡലിൽ കാർ അടിച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് ചേഞ്ച് ചെയ്യാമെന്നൊക്കെ യൂട്യൂബിലൊക്കെ ഒന്ന് തപ്പി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മളൊരു വീട്ടിലെ ഒരു ബൾബ് ഊരി മാറ്റിയിടുന്നത് പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹെഡ്ലൈറ്റും ബ്രേക്ക് ലൈറ്റും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. പവറിലെ അവസാന ലെറ്റർ ആറിൻ്റെ മീനിങ് റബ്ബറാണ്. റബ്ബർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ടയറായിരിക്കും. എന്നാൽ ടയറിനോട് തന്നെ അത്രയും തന്നെ പ്രാധാന്യമുള്ള വേറൊരു സാധനം കൂടി ഉണ്ട്, ഞാൻ പറയാം. നമ്മൾ ടയർ എല്ലാവരും ലോങ് ട്രിപ്പ് പോകുന്ന സമയത്ത് ടയറിന് എത്ര ഗ്രിപ്പ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ട്രെഡ് ഉണ്ട് എന്നൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ പുറമേ നിന്നായിരിക്കും നോക്കുന്നത്. ഓക്കെ ആണെന്ന് നമുക്ക് കണ്ടീഷൻ ടയർ ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത മറ്റൊരു വശമുണ്ട്. അതായത് ബോഡിയോട് ചേർന്നിരിക്കുന്ന ടയറിൻ്റെ മുകൾ ഭാഗത്തെ വശങ്ങൾ, സൈഡ് വശങ്ങൾ, ബോഡിയോട് ചേർന്നിരിക്കുന്ന ടയറിൻ്റെ മുകൾ വശങ്ങൾ, ഇത് നമ്മൾ ശ്രദ്ധിക്കില്ല. ഇത് പെട്ടെന്ന് തേഞ്ഞു പോകാനൊരു കാരണം ഉണ്ടാവും. അതായത് എന്തെങ്കിലും വീൽ അലൈൻമെൻറ്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറമേ നിന്ന് കാണുന്ന സമയത്തുള്ള മുകൾ ഭാഗത്തെ ടയർ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ അകഭാഗം മാത്രം തേഞ്ഞു പോകും, പെട്ടെന്ന് തേഞ്ഞു പോകും, വളരെ പെട്ടെന്ന് തന്നെ തേഞ്ഞു പോകും. വീൽ അലൈൻമെൻറ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള വണ്ടീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറമേ നിന്ന് നോക്കിയാൽ കാണത്തില്ല അത്. അപ്പോൾ അങ്ങനൊരു പെട്ടെന്ന് തേഞ്ഞു പോകുന്ന ഒരു വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ ലോങ് ട്രിപ്പ് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും റണ്ണിങ്ങിൽ ടയർ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ടയർ റണ്ണിങ്ങിൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്തുമാത്രം അപകടം ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട്
ടയർ നമ്മൾ പുറമേ നിന്ന് മാത്രം ചെക്ക് ചെയ്യരുത്, ടയറിൻ്റെ ഉൾഭാഗത്തെ ബോഡിയോട് ചേർന്നിരിക്കുന്ന ആ സൈഡ്, മുകൾ ഭാഗത്തെ സൈഡുകൾ നന്നായിട്ട് ചെക്ക് ചെയ്യുക. അത് നല്ല കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, നമുക്ക് ട്രിപ്പിനൊക്കെ ഒരു അപകടമൊന്നും ഇല്ലാത്ത രീതിയിൽ വണ്ടി പെട്ടെന്നൊന്നും പൊട്ടത്തില്ല. പിന്നീട് റബ്ബറിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ആവശ്യം വന്നാൽ മാത്രം ഓർമ്മിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് നമ്മുടെ വൈപ്പറിലെ ബ്ലേഡ്. നമ്മൾ ആവശ്യം വന്നാൽ മാത്രമേ അതിനെക്കുറിച്ച് ഓർമ്മിക്കത്തുള്ളൂ. ഒരു മഴ പെയ്താൽ മാത്രമേ നമ്മളത് ഓർമ്മിക്കൂ, അത് വർക്ക് ചെയ്യുന്നുണ്ടോ, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് കാര്യം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കില്ല. മഴ വന്ന് നമ്മളത് ഇട്ട് നോക്കിയാൽ മാത്രം അയ്യോ ഇത് വർക്കാവുന്നില്ല, ഇത് പ്രോപ്പറായിട്ട് വർക്കാവുന്നില്ല, നല്ല രീതിയിൽ ക്ലിയർ ആവുന്നില്ല വിൻഡ് സ്ക്രീന്. അപ്പോൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നമ്മുടെ വൈപ്പറിലെ ബ്ലേഡ് നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒരു ലോങ് ട്രിപ്പ് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയി നമുക്കത് മാറാൻ കഴിയില്ല ചില സാഹചര്യങ്ങളിൽ. അങ്ങനത്തെ പ്രോപ്പറായിട്ട് വിൻഡ് സ്ക്രീൻ ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, മഴ സമയത്ത് മുന്നിൽ പോകുന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റും പിന്നീട് ഉള്ള ബ്രേക്ക് ലൈറ്റും ഒക്കെ നമ്മളെ വണ്ടിയിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രിയൊക്കെ ഡ്രൈവിങ്ങൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പ്രധാനമായിട്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ മഴ പെയ്യണമെന്നില്ല, മഞ്ഞുണ്ടെങ്കിലും മതി. മഞ്ഞുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റും ബ്രേക്ക് ലൈറ്റും ഒക്കെ ഒന്ന് നമ്മളെ വിൻഡ് സ്ക്രീനിൽ റിഫ്ലക്റ്റ് ചെയ്യുക. നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഡ്രൈവ് ചെയ്യുക. വളരെ അപകടങ്ങൾ ഉണ്ടാക്കാനും ചാൻസ് കൂടുതലാണ് അങ്ങനെയുള്ള ഡ്രൈവിങ്ങിൽ. അപ്പോൾ അതും കൂടി ഒന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ സിമ്പിളാണ്. ഒരൊറ്റ വാക്ക് നമ്മൾ ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അശ്രദ്ധ കൊണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള വലിയ അപകടങ്ങൾ നമ്മൾ ലോങ് ട്രിപ്പ് ഡ്രൈവിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. പവർ എന്നുള്ളൊരു ഒറ്റ വാക്ക് കൊണ്ട്. അപ്പോൾ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.